എടാ, നിങ്ങളുടെ മലപ്പുറത്തിനെ പറ്റി ഞങ്ങളുടെ പോലീസുകാർക്കെല്ലാം നല്ല അഭിപ്രായം കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കിളി പറന്ന് വന്ന് ഇവിടെ വന്ന് മൊത്തം തെറിയും പറഞ്ഞാ വന്നത്. പക്ഷെ വന്ന് വണ്ടി അങ്ങോട്ട് നിർത്തിയപ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കരുവാരുകുണ്ട് സ്റ്റേഷന്റെ ജീപ്പ്, പോലീസ് ജീപ്പ് ആ വഴിയിലോട്ട് ഇറങ്ങി വന്നിട്ട് രണ്ട് പോലീസുകാർ ചിരിച്ചോണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സാറേ ഈ നിങ്ങളുടെ ബാഗല്ല ഇതിലോട്ട് കയറ്റിക്കോ, നമുക്ക് ആ തൊട്ട് മേളിലാ സ്കൂള്, നിങ്ങൾ നടന്നു വന്നാൽ മതി, ബാഗ് ഇതേ കയറ്റിക്കോ, ഞങ്ങൾ അങ്ങോട്ട് ആക്കി തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഈ ബാഗും എല്ലാം കയറ്റി വെച്ച് ഞങ്ങൾ അത്ര നമ്മളൊരു 200 മീറ്റർ അല്ലേ ഉള്ളൂ, അവിടം വരെ നടന്ന് കയറി വന്നപ്പോഴത്തേനും ഈ പോലീസുകാർ ഈ ബാഗ് എല്ലാം അവിടെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോ കടുംചായക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചു നേരം കഴിഞ്ഞത് കടുംചായയും കൊണ്ടുത്തന്നു, അവിടെ കൊണ്ടുത്തന്നു. ആ ചായ കുടി കഴിഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു, മറ്റേ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട് പറയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ജീപ്പിന് തന്നെ ഫുഡ് കൊണ്ടിരുന്നു, ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുത്തരുന്നു. അപ്പം നമ്മൾ അന്തം വിട്ടുപോയി. നമ്മൾ ഇവിടുന്ന് നേരെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് പോയിട്ട് അവിടുന്ന് പെട്ടി മേടിച്ചിട്ട് ഈ പോളിംഗ് ഓഫീസർമാരുടെ വിട്ടുപോകാൻ റെഡിയായിട്ട് വന്ന് നമ്മൾക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. കൊള്ളാൻ, നല്ല സൂപ്പർ കേട്ടോ, പോലീസുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ അവിടുന്ന് തന്നെ എടുത്ത് നേരെ നമ്മുടെ ബൂത്തുകളിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തില്ല. 11 മണി വരെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലത്തെ ഉറക്കവും അല്ല, കുളിയും കഴിഞ്ഞ് ശാപ്പാടും കഴിഞ്ഞാൽ നമ്മൾ വേണേൽ അപ്പോൾ വരെ പോകാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്രയും നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയപ്പോൾ നമുക്കൊരു മടുപ്പും ഇല്ലായിരുന്നു. ആൾക്കാരാണെങ്കിലും ഇവിടെ മലപ്പുറംകാര് നല്ല സൂപ്പർ കേട്ടോ, ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി. നല്ല സഹകരണം, എല്ലാരും വന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർ വരെ സാറേ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവാ. ചായ കുടിച്ചോന്ന് ചോദിക്കുന്നത്, ആൾക്കാർ വന്ന് വർത്താനം പറയുന്നു, ഭയങ്കര സംഭവം കേട്ടോ. നമ്മൾ ഇടുക്കിയിലാന്നൊക്കെ പറയുമ്പോൾ അവർക്കും കൂടി ഒരു ദൈന്യത, അയ്യോ നിങ്ങൾ അത്രയും ദൂരേന്ന് വന്നതാ അല്ലേ എന്നൊക്കെ. നല്ല മനുഷ്യര്, നല്ല ഇടപെടൽ കേട്ടോ. നിങ്ങളുടെ പോലീസുകാരുടെ ആണേലും സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പോലീസുകാരോടും മലപ്പുറം പോലീസുകാരോടും മൊത്തം ഒരു താങ്ക്സ് പറഞ്ഞു തരടാ.